ഉത്തരേന്ത്യയിൽ നിന്ന് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പീഡനങ്ങളുടെ വാർത്തകൾ നിരന്തരമായി കേട്ട് ചെടിച്ചു പോയ ഒരു സമൂഹമാണ് നമ്മുടേത്. എല്ലാ ദിവസവും എന്ന വണ്ണം നിരവധിയായ വാർത്തകൾ ഉണ്ടാകുന്നു. പോലീസ് ആക്രമണത്തിൻ്റേത്, ക്രൂരമായ മർദ്ദനങ്ങളുടേത്, അതിനുശേഷം കോടതി വിധിച്ചും വിധിക്കാതെയുമൊക്കെ ജയിലിൽ കിടക്കുന്ന നിരവധി ആളുകൾ, ഇങ്ങനെ ക്രൈസ്തവ പീഡനത്തിൻ്റെ നിരന്തരമായ വാർത്തകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിലൊന്നും ഒരു പുതുമയില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴിതാ UPയിലെ ഹത്രാസ് ജില്ലയിൽ നിന്ന് പുതിയൊരു വാർത്ത വരുന്നു. ആ വാർത്ത ഇതാണ്: ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ആ കുടുംബം, അവരെ ഉപജീവനം കഴിക്കുന്നതിന് വേണ്ടി സാഹസികമായ റൈഡുകൾ നടത്തുകയാണ്. വലിയ മേളകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി സാഹസിക റൈഡുകൾ, ഈ മരണക്കിണർ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബം. അയാളുടെ പേര് ബൽറാം സിംഗ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റാണി എന്നാണ്. ഈ ബൽറാം സിംഗും റാണിയും ഇങ്ങനെ അവർ ആഗ്രയിൽ ഇങ്ങനെ ഈ സാഹസിക കൃത്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത്. ഏത് സഭയിലാണ് എന്നാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഏതായാലും അവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ക്രിസ്ത്യാനികളായി മാറ്റപ്പെട്ടു, അവർക്ക് മനം മാറ്റമുണ്ടായി. അങ്ങനെ ഒരു സീസൺ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്, ഗ്രാമത്തിലേക്ക്. ഹത്രാസ് ജില്ലയിലെ അവരുടെ ഗ്രാമത്തിലേക്ക്, ഗ്രാമത്തിൻ്റെ പേര് ഗൗരവ് ഗഡി എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് അവർ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് അവരുടെ വീട്ടിൽ അവരുടെ മാതാപിതാക്കളോടുകൂടെ അവിടെ താമസിക്കുന്നത്. അവരുടെ പിതാവിൻ്റെ പേര് ശിവരാജ് സിംഗ് എന്നാണ്. അതായത് ഈ ഒരു ജാട്ട് കുടുംബമാണത്, ജാട്ട് കുടുംബം. ആ ജാട്ട് കുടുംബത്തിൽ ഈ ശിവരാജ് സിംഗിൻ്റെ മകനാണ് ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നടക്കുന്ന ഗ്രാമത്തിലെ മതപരമായ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കുന്നില്ല, പൂജകളിൽ പങ്കെടുക്കുന്നില്ല, വീട്ടിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നില്ല. ഇതൊക്കെ ആയപ്പോൾ ഇയാൾക്ക് എന്തോ മാറ്റം വന്നിരിക്കുന്നു, മതപരിവർത്തനം നടത്തിയിരിക്കുന്നു എന്ന ഒരു സംശയം പിതാവിനുണ്ടാകുകയും ആ പിതാവ് ഇവരുമായി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻപിലെത്തുകയും ചെയ്തു. നമുക്കറിയാം, ഈ UPയിലെയൊക്കെ ജാട്ട് ഗ്രാമങ്ങൾ എന്ന് പറയുന്ന കാർഷിക മേഖലയാണ്. അവിടെയുള്ള ജാട്ട് ഗ്രാമങ്ങളിലൊക്കെ ഈ ഗ്രാമസഭയാണ്, നിയമപരമായ അധികാരമൊന്നുമില്ലെങ്കിലും ഈ ഗ്രാമസഭകളാണ് കൂടി ആ പ്രദേശങ്ങളിലെ സാധാരണ വിഷയങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ജാട്ട് ബെൽറ്റിൽ വളരെ ശക്തമായ കുല മഹിമകൾ, അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി കൊലപാതകങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും ഇവിടെ സംഭവിക്കുന്ന ഇതാണ്: ഈ ഹത്രാസ് ജില്ലയിലെ ഈ ഗാരവ്ഗഡി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഈ ബൽറാം സിംഗ് എന്ന് പറയുന്ന ഈ മനുഷ്യനും അയാളുടെ ഭാര്യയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കൾ തന്നെ, അവരുടെ പിതാവ് തന്നെ അവരെ ഗ്രാമസഭയുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഗ്രാമസഭ കൂടുകയും ബൽറാം സിംഗിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഏതെങ്കിലും നിലയിൽ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വേണ്ടി വല്ലാതെ നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ആ ഗ്രാമസഭ അവരെ വിധിച്ച്, അവരെ നിന്ദിച്ച്, അവരുടെ കഴുത്തുകളിൽ ചെരുപ്പുമാല, പഴയ ചെരുപ്പുകൾ കൊണ്ട് മാലയുണ്ടാക്കി അവരുടെ കഴുത്തിലിട്ട് ആ ഗ്രാമം മുഴുവൻ അവരെ കൊണ്ടു നടക്കുന്ന കാഴ്ചകളാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ നിന്ദാകരമായ സാഹചര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയെങ്കിലും ആ കുടുംബം അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. അവർ ഉറച്ചു നിന്നു. വളരെ നിന്ദാകരമായ ഈ സംഭവത്തിനെതിരെ ഇത് വെളിയിൽ വന്നതോടെ, ഇതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നതോടുകൂടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. അവരെ പോലീസിൽ പരാതിപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ടി പലരും ഇടപെടുന്നുണ്ട്. യൂണിറ്റി ഇൻ കമ്പാഷൻ എന്ന് പറയുന്ന സംഘടനയും പാസ്റ്റർ ജോയ് മാത്യുവും ഒക്കെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരു FIR ഇടുവാനൊന്നും തയ്യാറായിട്ടില്ല. എങ്കിലും അത് സംബന്ധിച്ചുള്ള പോലീസ് കേസ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് സംഭവം വന്നിരിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ: ഒരു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ, UP പോലുള്ള ഒരു സ്റ്റേറ്റിൽ അവരുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് വേണം നിൽക്കുവാനായിട്ട്. കേരളത്തിൽ താമസിക്കുന്ന, കേരളത്തിൽ പാർക്കുന്ന മലയാളികളായിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണത്. നമുക്ക് അറിയാം, ഉത്തരേന്ത്യയിലെ സ്ഥിതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ കണ്ടുമുട്ടുന്നവർ ഈ വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, മർദ്ദനങ്ങൾ,
മർദ്ദനങ്ങൾ, പോലീസ് കേസുകൾ, കോടതി, തടവ് ഇതെല്ലാം സഹിച്ചിട്ടും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാതെ അതിനുവേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിൽ കണ്ടെത്തിയിരിക്കുന്ന ആ യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയുക. ഈ ബൽറാം സിംഗിനെ പോലെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണിയെ പോലെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നു.